നമുക്കിന്ന് നമ്മുടെ ദിനചര്യകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ്സ് പ്രതീക്ഷിക്കാമല്ലോ. നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. നമുക്കിവിടെ അലക്സയുടെ ദിനചര്യകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അതനുസരിച്ച് നമുക്കും നമ്മുടെ ദിനചര്യകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാമല്ലോ. മൈ നെയിം ഈസ് അലക്സ. എന്റെ പേര് അലക്സ എന്നാണ്. മൈ നെയിം ഈസ് അലക്സ. എന്റെ പേര് അലക്സ എന്നാണ്. മൈ നെയിം ഈസ് അലക്സ. ഐ ആം 20 years old. എനിക്ക് 20 വയസ്സായി. ഐ ആം 20 years old. എനിക്ക് 20 വയസ്സായി. ഐ ആം 20 years old. I have a daily routine that I follow. I have a daily routine that I follow. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ദിനചര്യ എനിക്കുണ്ട്. I have a daily routine that I follow. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ദിനചര്യ എനിക്കുണ്ട്. I have a daily routine that I follow. Every morning I wake up early and get out of the bed. എല്ലാ ദിവസവും രാവിലെ ഞാൻ നേരത്തെ ഉണരുകയും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ ഞാൻ നേരത്തെ ഉണരുകയും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. Every morning I wake up early and get out of the bed. Every morning I wake up early and get out of the bed. Then I brush my teeth and wash my face to feel fresh. പിന്നെ ഞാൻ പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷായി. Then I brush my teeth and wash my face to feel fresh. Then I brush my teeth and wash my face to feel fresh. പിന്നെ ഞാൻ പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷായി. After that I go to the kitchen and prepare breakfast for myself. അതിനുശേഷം ഞാൻ അടുക്കളയിൽ പോയി എനിക്കായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. After that I go to the kitchen and prepare breakfast for myself. അതിനുശേഷം ഞാൻ അടുക്കളയിൽ പോയി എനിക്കായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. After that I go to the kitchen and prepare breakfast for myself. Once I finish my breakfast, I go to my college. Once I finish my breakfast, I go to my college. പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കോളേജിലേക്ക് പോകും. Once I finish my breakfast, I go to my college. After all my classes are done, I come back home. എൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. After all my classes are done, I come back home. എൻ്റെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. After all my classes are done, I come back home. When I arrive home, I like to relax for a while. വീട്ടിലെത്തിയാൽ അല്പനേരം വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം. When I arrive home, I like to relax for a while. When I arrive home, I like to relax for a while. വീട്ടിലെത്തിയാൽ അല്പനേരം വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം. When I arrive home, I like to relax for a while. I sit on the couch and watch TV shows or read a book. ഞാൻ സോഫയിലിരുന്ന് TV ഷോകൾ കാണുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യുന്നു. I sit on the couch and watch TV shows or read a book. ഞാൻ സോഫയിലിരുന്ന് TV ഷോകൾ കാണുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യുന്നു. I sit on the couch and watch TV shows or read a book. Sometimes I also listen to music and sing along. ചിലപ്പോഴൊക്കെ ഞാൻ പാട്ട് കേൾക്കുകയും ഒപ്പം പാടുകയും ചെയ്യും. Sometimes I also listen to music and sing along. ചിലപ്പോഴൊക്കെ ഞാൻ പാട്ട് കേൾക്കുകയും ഒപ്പം പാടുകയും ചെയ്യും. Sometimes I also listen to music and sing along. ചിലപ്പോഴൊക്കെ ഞാൻ പാട്ട് കേൾക്കുകയും ഒപ്പം പാടുകയും ചെയ്യും. In the evening, I help my mom with the household work. വൈകുന്നേരം വീട്ടുജോലികളിൽ ഞാൻ അമ്മയെ സഹായിക്കുന്നു. In the evening, I help my mom with the household work. In the evening, I help my mom with the household work. വൈകുന്നേരം വീട്ടുജോലികളിൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു. In the evening, I help my mom with the household work. I enjoy spending time with my family and helping them. എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നതും അവരെ സഹായിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നു. I enjoy spending time with my family and helping them. I enjoy spending time with my family and helping them. I enjoy spending time with my family and helping them. After dinner,
I get ready for bed. അത്താഴം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ ഒരുങ്ങുന്നു. After dinner, I get ready for bed. അത്താഴം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ ഒരുങ്ങുന്നു. After dinner, I get ready for bed. Before bed, I take a shower. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുളിക്കുന്നു. Before bed, I take a shower. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുളിക്കുന്നു. Before bed, I take a shower. I go to sleep around 10 p.m. ഏകദേശം 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ പോകുന്നു. I go to sleep around 10 p.m. ഏകദേശം 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ പോകുന്നു. I go to sleep around 10 p.m. I go to sleep around 10 p.m. ഏകദേശം 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ പോകുന്നു. I sleep for 6 to 7 hours every night. എല്ലാ ദിവസവും ഞാൻ 6 മുതൽ 7 മണിക്കൂർ ഉറങ്ങുന്നു. I sleep for 6 to 7 hours every night. I sleep for 6 to 7 hours every night. എല്ലാ ദിവസവും ഞാൻ 6 മുതൽ 7 മണിക്കൂർ ഉറങ്ങുന്നു. I sleep for 6 to 7 hours every night. In short, ചുരുക്കത്തിൽ, my daily routine makes life easier and more enjoyable. In short, my daily routine makes life easier and more enjoyable. ചുരുക്കത്തിൽ, എൻ്റെ ദിനചര്യകൾ ജീവിതം എളുപ്പവും ആസ്വാദികരവുമാക്കുന്നു. In short, my daily routine makes life easier and more enjoyable. In short, my daily routine makes life easier and more enjoyable. ചുരുക്കത്തിൽ, എൻ്റെ ദിനചര്യകൾ ജീവിതം എളുപ്പവും ആസ്വാദികരവുമാക്കുന്നു. പ്രിയയുടെ ഡെയിലി റുട്ടീൻസ് മനസ്സിലാക്കാം. അതിനുശേഷം സ്വന്തമായ ഡെയിലി റുട്ടീൻസ് ഉണ്ടാക്കി ഉറക്കെ പറഞ്ഞു പ്രാക്ടീസും ചെയ്യാം. മൈ നെയിം ഈസ് പ്രിയ. എൻ്റെ പേര് പ്രിയ എന്നാണ്. മൈ നെയിം ഈസ് പ്രിയ. എൻ്റെ പേര് പ്രിയ എന്നാണ്. മൈ നെയിം ഈസ് പ്രിയ. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അറൌണ്ട് 6 o'clock. ഞാൻ അതിരാവിലെ ഏകദേശം 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അറൌണ്ട് 6 o'clock. Then I go to the bathroom to wash my face and then wipe it with a towel. എന്നിട്ട് ഞാൻ മുഖം കഴുകാൻ ബാത്റൂമിൽ പോയി പിന്നെ ടവൽ കൊണ്ട് തുടച്ചു. Then I go to the bathroom to wash my face and then wipe it with a towel. Then I go to the bathroom to wash my face and then wipe it with a towel. After that, I like to do some exercise sometimes. അതിനുശേഷം ചിലപ്പോഴൊക്കെ ചില വ്യായാമങ്ങൾ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. After that, I like to do some exercise sometimes. അതിനുശേഷം ചിലപ്പോഴൊക്കെ ചില വ്യായാമങ്ങൾ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. After that, I like to do some exercise sometimes. After having my breakfast finished, I prepare my books for going to college. പ്രഭാത ഭക്ഷണം കഴിച്ച് ഞാൻ കോളേജിലേക്ക് പോകാനുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു. After having my breakfast finished, I prepare my books for going to college. I go to college by scooter at 10 o'clock. ഞാൻ 10 മണിക്ക് സ്കൂട്ടറിൽ കോളേജിലേക്ക് പോകുന്നു. I go to college by scooter at 10 o'clock. ഞാൻ 10 മണിക്ക് സ്കൂട്ടറിൽ കോളേജിലേക്ക് പോകുന്നു. I go to college by scooter at 10 o'clock. And I study there for 4 hours. ഞാൻ അവിടെ 4 മണിക്കൂർ പഠിക്കുന്നു. And I study there for 4 hours. ഞാൻ അവിടെ 4 മണിക്കൂർ പഠിക്കുന്നു. And I study there for 4 hours. At 2 o'clock, I come back home. 2 മണിക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. At 2 o'clock, I come back home. 2 മണിക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. At 2 o'clock, I come back home. Reaching home, first of all, വീട്ടിലെത്തി ആദ്യം I tell my family members about my day in college. ഞാൻ എൻ്റെ കോളേജിലെ എൻ്റെ ദിവസത്തെക്കുറിച്ച് എൻ്റെ ഫാമിലിയോട് പറയുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ കോളേജ് ദിവസത്തെക്കുറിച്ച് ഫാമിലിയോട് പറയുന്നു. I tell my family members about my day in college. Then I eat lunch with my family. തുടർന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു. Then I eat lunch with my family. Then I eat lunch with my family. And after that, അതിനുശേഷം and after that, I like to listen to my favorite music. എൻ്റെ പ്രിയപ്പെട്ട സംഗീതം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I like to listen to my favorite music. I like to listen to my favorite music. I love to sing along with the song to which I listen. കേൾക്കുന്ന പാട്ടിനോടൊപ്പം പാടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. I love to sing along with the song to which I listen. After listening to the song, I rest for 1 to 2 hours.
പാട്ട് കേട്ട് 1 മുതൽ 2 മണിക്കൂർ വരെ ഞാൻ വിശ്രമിച്ച ശേഷം ആഫ്റ്റർ ലിസണിങ് ടു ദ സോങ് ഐ റെസ്റ്റ് ഫോർ 1 to 2 hours. പാട്ട് കേട്ട് 1 മുതൽ 2 മണിക്കൂർ വരെ ഞാൻ വിശ്രമിച്ച ശേഷം ആൻഡ് ദെൻ ഡു ഹൗസ് ഹോൾഡ് വർക്ക് ടു ഹെൽപ്പ് മൈ മദർ. എന്നിട്ട് വീട്ടുജോലികൾ ചെയ്യാൻ അമ്മയെ സഹായിക്കും. ആൻഡ് ദെൻ ഡു ഹൗസ് ഹോൾഡ് വർക്ക് ടു ഹെൽപ്പ് മൈ മദർ. ആൻഡ് ദെൻ ഡു ഹൗസ് ഹോൾഡ് വർക്ക് ടു ഹെൽപ്പ് മൈ മദർ. ഇൻ ദി ഈവനിങ് ഐ ലൈക്ക് ടു വാക്ക് ഔട്ട്സൈഡ് മൈ ഹോം. വൈകുന്നേരം ഞാൻ വീടിന് പുറത്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇൻ ദി ഈവനിങ് ഐ ലൈക്ക് ടു വാക്ക് ഔട്ട്സൈഡ് മൈ ഹോം. ഇൻ ദി ഈവനിങ് ഐ ലൈക്ക് ടു വാക്ക് ഔട്ട്സൈഡ് മൈ ഹോം. ആൻഡ് കമ്മിങ് ബാക്ക് ഹോം ഐ കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. വീട്ടിൽ തിരിച്ചെത്തി ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കുന്നു. ആൻഡ് കമ്മിങ് ബാക്ക് ഹോം ഐ കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ആൻഡ് കമ്മിങ് ബാക്ക് ഹോം ഐ കംപ്ലീറ്റ് മൈ ഹോംവർക്ക്. ആൻഡ് ദെൻ ഐ ഹെൽപ്പ് മൈ മദർ കുക്ക് ഡിന്നർ. തുടർന്ന് അത്താഴം പാകം ചെയ്യാൻ ഞാൻ അമ്മയെ സഹായിക്കുന്നു. ആൻഡ് ദെൻ ഐ ഹെൽപ്പ് മൈ മദർ കുക്ക് ഡിന്നർ. ഐ ഡു മൈ ഡിന്നർ വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അത്താഴം കഴിക്കുന്നു. ഐ ഡു മൈ ഡിന്നർ വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. ഐ ഡു മൈ ഡിന്നർ വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ആഫ്റ്റർ ഐ ഫിനിഷ് ഇറ്റ് ഐ വാച്ച് മൈ ഫേവറേറ്റ് പ്രോഗ്രാംസ് ഓൺ TV. അത് പൂർത്തിയാക്കിയ ശേഷം അല്ലെങ്കിൽ അത്താഴം പൂർത്തിയാക്കിയ ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രോഗ്രാംസ് TV-യിൽ കാണുന്നു. ആൻഡ് ആഫ്റ്റർ ഐ ഫിനിഷ് ഇറ്റ് ഐ വാച്ച് മൈ ഫേവറേറ്റ് പ്രോഗ്രാംസ് ഓൺ TV. And after I finish it, I watch my favorite programs on TV. After that, I don't forget to set the alarm. അത് കഴിഞ്ഞാൽ അലാറം വെക്കാൻ ഞാൻ മറക്കില്ല. After that, I don't forget to set the alarm. അത് കഴിഞ്ഞാൽ അലാറം വെക്കാൻ ഞാൻ മറക്കില്ല. After that, I don't forget to set the alarm. And I go to sleep around 11 o'clock in the night. രാത്രി 11 മണിയോട് അടുത്താണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ആൻഡ് ഐ ഗോ ടു സ്ലീപ്പ് അറൌണ്ട് 11 o'clock in the night. രാത്രി 11 മണിയോട് അടുത്താണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ആൻഡ് ഐ ഗോ ടു സ്ലീപ്പ് അറൌണ്ട് 11 o'clock in the night. പ്രിയയുടെ ഡെയിലി റുട്ടീൻസ് മനസ്സിലായല്ലോ. ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ്സ് പ്രതീക്ഷിക്കാമല്ലോ. ഡെയിലി റുട്ടീൻസ് മേക്ക് ലൈഫ് മോർ സ്റ്റേബിൾ ആൻഡ് ലെസ് സ്ട്രെസ്ഫുൾ. ഡെയിലി റുട്ടീൻസ് ജീവിതത്തെ കൂടുതൽ സുസ്ഥിരമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ.